ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 5 വ്യാഴാഴ്ച തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഭാവി വിശ്വാസികൾക്കുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയും ലോകത്തിന് സാക്ഷിയാകാനുള്ള നമ്മുടെ ഐക്യത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തിൻ്റെ ആഴമുള്ള ഉൾക്കാഴ്ചയുമാണ് ധ്യാനചിന്ത. വചനം ആരംഭിക്കുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ്. യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യങ്ങൾ യേശുവിൻ്റെ ദീർഘവീക്ഷണവും ഇന്നത്തെ നാം ഉൾപ്പെടെയുള്ള എല്ലാ ഭാവി വിശ്വാസികളോടുമുള്ള സ്നേഹവും എടുത്തു കാണിക്കുന്നു. യേശുനാഥൻ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നും സൂചിപ്പിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റക്കല്ല. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളും ഒരു വലിയ ഗണം വിശ്വാസികളുടെ കൂട്ടായ്മയും നമ്മെ പിന്തുടരുന്നുണ്ട് എന്ന വിശ്വാസത്തിലും ആകണം നാം ജീവിക്കാൻ. തുടർന്നുള്ള വചനഭാഗങ്ങളിൽ യേശു നാം ഓരോരുത്തരോടും ഐക്യത്തിൽ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. വചനം ഇപ്രകാരമാണ്: അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ യേശുനാഥൻ വിശ്വാസികൾക്കിടയിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു: സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഈ ലോകത്ത് ക്രിസ്തു സാക്ഷ്യം നൽകുന്നതിന് ഏറ്റവും അനിവാര്യമായത് നമുക്കിടയിലെ ഐക്യമാണ്. വിശ്വാസത്തിലും ലക്ഷ്യത്തിലും നാം ഐക്യപ്പെടുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും സുവിശേഷത്തിൻ്റെ പരിവർത്തന ശക്തി നമ്മിൽ പ്രകടമാകുകയും ചെയ്യുന്നു. നമ്മുടെ ഐക്യം വിഭാഗീയ വ്യത്യാസങ്ങളെയും സാംസ്കാരിക പ്രതിബദ്ധത നിലനിർത്തുന്നുണ്ട്. വചനഭാഗം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: യേശുനാഥൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, അവിടുന്ന് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയും. ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട അടുത്ത ബന്ധത്തെ ഈ വാക്യം ഊന്നിപ്പറയുന്നു. ദൈവസ്നേഹം അനുഭവിക്കുക എന്നത് വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനമായ കാര്യമാണ്. ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിൽ നാം വളരുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ പ്രവർത്തികളിലും എല്ലാ ബന്ധങ്ങളിലും ക്രിസ്തുവിൻ്റെ ഹൃദയം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ലോകവുമായി ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കിടാൻ എല്ലാവർക്കും ദൈവാനുഭവത്തിൻ്റെ ഒരു നല്ല ദിനം നേരുന്നു.